എൻ്റെ അമ്മയെ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും? എൻ്റെ അനിയനെ വിളിച്ചു, അതുൽ. അവൻ വിളിച്ചു, അവൻ്റെ കൂട്ടുകാർ വന്ന് രാത്രി. അവനെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കേണ്ട, ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ കയ്യിൽ നോക്കുക. അവൻ കല്യാണം കഴിക്കാതെ ഇരിക്കണം. എൻ്റെ ചേട്ടൻ മരിച്ചു. എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ്റെ ലൈഫ് പോലും നോക്കാതെ അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതുലേക്ക് ഇഷ്ടമല്ല, അതുലേക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. അവൾ അത്ര പൊസസീവായിരുന്നു. ഞാനും എനിക്കും അത്രയും തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അടിക്കാനാണെങ്കിൽ അടിച്ചാൽ പോരെ. കത്തി എന്ന് പറയുന്നത് ഞാനിങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ്, ഇയാൾ നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം, ഇയാൾ പൊയ്ക്കോ. അപ്പം ഞാൻ ആലോചിക്കണം, അത് ശരി, അപ്പം ഞാൻ ഇത്രയും 15 വർഷം കഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ, എനിക്ക് ആരുമില്ല, ഒരാളുമില്ല. അപ്പോൾ ആ സമയത്ത് അവൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം? ഞാൻ സ്വയം തീരാൻ പോകുന്നു പറഞ്ഞ് ഞാൻ പിടിച്ചോണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, കയ്യിൽ മടക്കി കൊടുത്തിങ്ങനെ വെച്ചോണ്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്. അവളിങ്ങനെ പിടിക്കും, ഞാൻ പിന്നെയും കാണിക്കും. അത് ഇവളിങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവൾ കൂട്ടുകാർക്കെല്ലാം ഇത് അയച്ചു കൊടുത്തിട്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി. ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾ ശാസ്ത്രമായിട്ട് പോകും, എൻ്റെ അമ്മയെടുത്ത് ചോദിക്കും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഇതുവരെ പോയില്ല. എന്തുകൊണ്ട് പറഞ്ഞേ? ആര് പോയി? ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചല്ലാതെ എൻ്റെ അമ്മയെടുത്ത് നിങ്ങൾ ചോദിച്ചെന്തെങ്കിലും? അതെ, ഇല്ല. അതിൻ്റെ കാരണം കൂടെ പറയില്ല അവർ, എന്തുകൊണ്ടാണത്. അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാണ്. ആ വീട്ടിൽ ആ പരിസരക്കാർക്ക് മൊത്തം അറിയാം. ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട്. ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നത്. എനിക്ക് 2.5 ലക്ഷം രൂപ ഒരു വീഡിയോ ഒന്ന് എനിക്ക് 2 lakhs സാലറി 2.5 ഉണ്ട്. എനിക്ക് 2.5 ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ഇവിടെ ഇല്ല. എൻ്റെ സുഹൃത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജോലി കിട്ടിയ ദിവസം ജന്മദിനത്തിൻ്റെ അന്ന് അങ്ങനെ അതുല്യ ചെയ്യുമെന്ന് ചെയ്യത്തില്ല ചേട്ടാ. എനിക്ക് 100% ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല. ഒന്നുകിൽ അവളെ എന്തോ ഭയപ്പെടുത്തി, ഇല്ലെങ്കിൽ ആ കുഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവൾക്ക് അബദ്ധം പറ്റി. എന്നാലും ഞാൻ പറയുന്നു, അബദ്ധം പറ്റിയാലും ശ്വാസം മുട്ടി കുറച്ച് നേരം കിടന്നാലും അവൾ ഓക്കെ, അവളെ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടത്, എന്നിട്ട് കാണിക്കാൻ വേണ്ടി. അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ? അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോകാറുണ്ടോ? ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് ഒരു ചാവിയല്ലേ ഉള്ളൂ, അവളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് 2-3 ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകുമായിരുന്നു, മെയിൻ ഡോറിലാണ്. എന്നാലും അവൾക്ക് ഹാളും കിച്ചണും എല്ലാം ഓക്കെ ആയിരുന്നു.